ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മൈൻ. മൈ നെയിം ഈസ് ലിജാജു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, തമ്പനെയിലിൽ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി ഈ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന 5 സ്കിൽസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പം എന്തിനാണ് നമ്മൾ ഈ സ്കിൽസ് പഠിക്കുന്നത് എന്ന് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം. നമ്മളുടെ ലൈഫിൽ നമ്മൾ പലരെയും കണ്ടുമുട്ടാറുണ്ട്. അപ്പം പലരും സക്സസ്ഫുൾ ആവാറുണ്ട്. ചിലവർ ഓക്കെ ലൈഫിലാണ് പോകുന്നത്. ചിലവർ അട്ട ഫ്ലോപ്പ് ആയിട്ടുള്ള ലൈഫായിരിക്കും നയിക്കുന്നത്. മേ ബി നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കാം, എൻ്റെ ലൈഫ് ഭയങ്കര ഫെയിലിയർ ആയിപ്പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു പോയിന്റിൽ എത്തുമ്പം അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു പ്രോപ്പർ ടൈമിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരു പക്ഷെ നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ നമ്മളത് ഹെൽപ്പ് ചെയ്യും, ഇമോഷണലി ഓക്കെ ആവാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ എന്തുകൊണ്ടും നമ്മൾക്ക് ഹെൽപ്പ് മാത്രം ചെയ്യുന്ന നല്ല കാര്യം മാത്രം സംഭവിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സ്കിൽസ് നമുക്ക് ചെയ്തു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ നോക്കാം എന്തൊക്കെയാണ് ആ 5 സ്കിൽസ് എന്ന്. ഇന്നത്തെ വീഡിയോയ്ക്ക് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. ചില സ്കിൽസ് ഒക്കെ എല്ലാവർക്കും പഠിക്കാൻ പറ്റണം എന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ സ്കിൽസ് ഉണ്ടല്ലോ, ഇത് എല്ലാ മനുഷ്യർക്കും പഠിക്കാൻ പറ്റുന്ന സ്കിൽസ് ആണ്. ഇത് വീട്ടിലിരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം ചിലതൊക്കെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് തോന്നത്തില്ല. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊച്ചുകുട്ടികൾ, സ്കൂളിലൊക്കെ പോകുന്ന കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും വരെ പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത് നിങ്ങളൊരു യങ്സ്റ്റർ ആണെങ്കിലോ, നിങ്ങളൊരു ടീനേജർ ആണെങ്കിലോ, നിങ്ങളൊരു ഓൾഡ് ഏജിലുള്ള ഒരാളാണെങ്കിലോ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും വീട്ടിലിരുന്നുകൊണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ ഇത് പഠിക്കാമെന്നും കൂടെ നമുക്ക് നോക്കാം. നമുക്കിതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊരു ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസിലൂടെ നമുക്ക് പഠിക്കാം. ഇനി അതല്ലെങ്കിൽ ബുക്സ് വായിച്ചിട്ടോ മറ്റുള്ളവരോട് സംസാരിച്ചിട്ടോ നമുക്ക് പഠിക്കാം. ഇനി ഇതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് വേണേലും പഠിക്കാൻ പറ്റുന്ന 5 കാര്യങ്ങളാണ്. അപ്പൊ അതില് ഒന്നാമത്തെ കാര്യമാണ് മൈക്രോ ഗ്രീനിങ്. മൈക്രോ ഗ്രീനിങ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ലോക്ക്ഡൌണിന്റെ ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇതിപ്പോ പറയാൻ പോകുന്നത് എന്ന് ചിന്തിച്ചോ? മൈക്രോ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്കില്ലൊന്നും അല്ല, അതൊരു പ്ലാന്റിങ് ടെക്നിക്കാണ്. അപ്പൊ അതെന്താണ് ഞാനൊരു സ്കില്ലായിട്ട് പറയാൻ കാര്യം, നമുക്ക് നോക്കാം. മൈക്രോ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാത്രത്തിൽ ഒരു ചെറിയൊരു പാത്രത്തിനകത്ത് കുറച്ച് സീഡ്സ് വിതയ്ക്കുക, മണ്ണിട്ടിട്ട് കുറച്ച് വിത്ത് വിതച്ചിടുക. ചെറുപയർ, തുവരപ്പരിപ്പ്, കടല, ഉഴുന്ന്, കടുക്, ഉലുവ തുടങ്ങി നമ്മുടെ കയ്യിൽ എന്ത് സീഡുണ്ടോ അതെല്ലാം നമുക്ക് അതിനകത്തിൽ, ഇപ്പോൾ ഒരു പാത്രത്തിനകത്ത് നമുക്ക് കടല മാത്രം വിധിക്കാം, വേറൊരു പാത്രത്തിൽ തുവരപ്പരിപ്പ്, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. എപ്പോഴും വേണ്ട, ദിവസം 1-2 തവണ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പം ഇതിങ്ങനെ തളിർത്ത് ചെറിയ ചെടികളായിട്ട് വരും. ഈ വരുന്ന ചെടികൾ ഏകദേശം ഈ ഒരു ഹൈറ്റ് ഒക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിലെ ആ ഒരു റൂട്ടിന്റെ പോർഷൻ വെച്ച് ബാക്കി നമുക്ക് കട്ട് ചെയ്തെടുത്ത് നന്നായി കഴുകി വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം. നമുക്കത് കറി വെക്കാം, കഴിക്കാം, സാലഡായിട്ട് കഴിക്കാം, എങ്ങനെ വേണേലും കഴിക്കാം. അപ്പൊ ഇതിനെയാണ് മൈക്രോ ഗ്രീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ സ്ഥലവും ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ ഒരു ഫ്ലാറ്റിലോ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അവിടെ ചെയ്യാം. നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബേസിൻ മാത്രം മതി, പിന്നെ കുറച്ച് മണ്ണ്. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്നിടത്ത് മണ്ണില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും കുറച്ച് മണ്ണ് ഒപ്പിക്കാം. ഇനി മണ്ണില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റിൽ ഈ ചെടികളൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ള ചകിരിച്ചോറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. മണ്ണ് തന്നെ ഇപ്പൊ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമുക്ക് അതിനകത്തിൽ ഈ ഒരു സാധനമൊക്കെ വിതച്ച് കുറച്ച് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് വെക്കാം. വലിയ എഫോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വീട്ടിലെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഫുഡായിട്ട് യൂസ് ചെയ്യാം, സാലഡ് ഉണ്ടാക്കാം, കറിയൊക്കെ വെക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെന്താ, നിങ്ങൾക്കിത് വേണമെങ്കിൽ സെയിൽ ചെയ്യാം, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ കുറച്ചും കൂടി ഇച്ചിരിയേറെ പാത്രങ്ങളിൽ ഇത് ചെയ്ത് കുറച്ചേറെ ക്വാണ്ടിറ്റിയിൽ നിങ്ങളൊരു ബിസിനസ് മൈൻഡോട് കൂടി ഇത് ചെയ്യുകയാണെങ്കിൽ, ചുമ്മാ ഒരു ടൈം പാസിനോ അല്ലെങ്കിൽ ഇൻകം
എന്തായാലും ടൈം പാസ് ആണ്, അതിൽ നിന്നൊരു ഇൻകം കൂടെ ഏൺ ചെയ്യാം എന്ന് കരുതി നിങ്ങൾക്ക് ഏതെങ്കിലും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലോ വെജിറ്റബിൾ ഷോപ്പിലോ ഒക്കെ കൊണ്ടുപോയി നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമല്ലോ. അങ്ങനെ നിങ്ങൾ ഫോൺ വിളിച്ച് ചോദിക്കാം, ഹലോ ഇന്ന പോലെ കുറച്ച് പാക്കറ്റ് ഉണ്ട്, എത്ര പാക്കറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ച് നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാം. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു സ്കില്ല് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻകം ഏൺ ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് വെറുതെ വീട്ടിലിരിക്കുന്ന പ്രായമുള്ളവർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരു ഹോബി പോലെ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് തനിയെ വലിയ എഫേർട്ട് ഒന്നും ഇല്ലാതെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഞാൻ ഈ പറഞ്ഞ മൈക്രോ ഗ്രീനിങ്. ഞാൻ പറയാൻ പോകുന്ന അടുത്ത സ്കില്ല് കേട്ടാൽ ആരും ഞെട്ടരുത്. കാരണം ആ ഒരു സ്കില്ല് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചോദിക്കും, ഇത് അറിയാത്തവരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഈവൻ എനിക്ക് പോലും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നുമല്ല, കുക്കിംഗ്. അത് ഞാൻ എനിക്ക് ഓപ്പണായിട്ട് പറയുന്നതിൽ മടിയൊന്നുമില്ല. കാരണം കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റണം എന്നില്ല, എല്ലാവർക്കും ശരിയാവണം എന്നില്ല. എന്നാൽ ചോദിക്കും, അത് ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു സ്കില്ലല്ലേ? യെസ്, അതെ, ശരിയാണ്. പക്ഷെ ചിലവർക്ക് അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവർക്ക് കുക്കിങ്ങിനോട് വലിയ താല്പര്യം കാണത്തില്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു സ്കില്ലാണ് കുക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമുക്ക് കുക്ക് ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പം എവിടെയെങ്കിലും ജോലിക്കോ പഠനത്തിനോ ഒക്കെ പോകണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്താണെങ്കിൽ എനിക്ക് യൂട്യൂബിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഞാൻ പലതും കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വരാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ അതിനെതിരൊന്നും അല്ല. അത് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. അപ്പം നമുക്ക് കുക്കിംഗ് എന്ന് പറയുന്ന സ്കില്ല് എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചെടുക്കാം. ഇന്ന് യൂട്യൂബ് ഉണ്ട്, വീട്ടിൽ അമ്മമാരുണ്ട്, അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സെയിം ഏജിലോ നമ്മളെക്കാളും ചെറിയവർക്കോ പോലും കുക്കിംഗ് അറിയാവുന്നവരാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് ഒക്കെ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം. അപ്പോൾ ഇതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും ഇൻകം ജനറേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്കൊരു ഹോം ബേക്കർ ആവണമെങ്കിൽ നിങ്ങൾക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാം. അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ വീട്ടിലുണ്ടാക്കാം. ഇപ്പം നിങ്ങൾക്ക് കഞ്ഞി ഉണ്ടാക്കാം, ചപ്പാത്തി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ സെല് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് പേരുടെ നമ്പറൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് ആവശ്യമുള്ളപ്പം നിങ്ങൾ കോൾ ചെയ്യുക, അല്ലെങ്കിൽ അവരോട് കോൾ ചെയ്യാൻ പറയുക. അങ്ങനെ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ആക്കി മാറ്റാം. ഇപ്പോൾ ഫ്രൈഡ് റൈസ്, ബിരിയാണി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സിഗ്നേച്ചർ ഡിഷസ് പോലും നിങ്ങൾക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും ഫാമിലി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം കുക്കിംഗ് ഒക്കെ അവിടെ വയ്ക്കും. വലിയ സംഭവമൊന്നുമല്ല, ചിലപ്പോൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ സ്വന്തം ഡിഷസ് നിങ്ങൾക്ക് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൾക്കാരോട് പറയാം, ഇത് നിങ്ങൾക്ക് ഓർഡർ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ആൾക്കാരുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഓർഡറൊക്കെ കളക്ട് ചെയ്യാം. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്ന സ്കില്ല് പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന സ്കില്ലെന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ്. അതായത് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകും, ക്ലീനിങ് ഒരു സ്കില്ലാണോ, എന്തിനാണ് അത് പഠിക്കേണ്ടത്? പക്ഷെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും ക്ലീൻ ചെയ്യത്തില്ലേ, ഇതാണോ ഇത്ര വലിയ കാര്യം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ പലരുടെയും ലൈഫ് ഭയങ്കര ബിസി ആയിരിക്കും, നമ്മളുടെയൊക്കെ ഷെഡ്യൂൾ ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മേ ബി നമ്മുടെയൊക്കെ വീടും നമ്മുടെ ബെഡ്റൂമും ഒക്കെ ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കും. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ചിലപ്പം ടൈം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പലരും ഇന്ന് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ഒരു ടീമിനെ കോണ്ടാക്ട് ചെയ്യുക. അത് ഡെയിലി ഒന്നും അല്ല കേട്ടോ, ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും, ചിലപ്പോൾ 6 മാസത്തിൽ ഒരിക്കലായിരിക്കും, ചിലവരാണെങ്കിൽ വീക്ക്ലി അങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, കുറച്ച് പേരെ വെച്ചിട്ട് നമുക്കൊരു വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്ന ഒരു കോൺട്രാക്ട് എടുത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാമല്ലോ. അപ്പോൾ അത് നമുക്ക് വളരെ നമ്മുടേതായിട്ടുള്ള കുറച്ച് ഈസി ടെക്നിക്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം. അതായത് നോർമലി ഒരു 2 മണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന ഒരു റൂമോ അല്ലെങ്കിൽ ഒരു സ്പേസോ നമുക്കൊരു 30 മിനിറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്
ശ്രമിക്കാം. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഏതൊരു ജോലിക്കും അതിൻ്റെതായ ഡിഗ്നിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ക്ലീനിങ് ഒരു ജോബായിട്ട് വേണമെങ്കിലും നമുക്ക് കരുതാം. ഇപ്പം നമുക്ക് ഒരു ജോലിയും കിട്ടുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അറ്റ്ലീസ്റ്റ് ക്ലീനിങ് ജോബിന് പോകാൻ പറ്റും. അത് പറയുമ്പോൾ ചിലവർക്ക് വേണമെങ്കിൽ നെറ്റി ചുളിക്കാം. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. അപ്പോൾ ചോദിക്കും, എങ്കിൽ താങ്കൾക്ക് പോയിക്കൂടെയെന്ന്. എനിക്കങ്ങനെ പോകേണ്ടി വന്നാൽ എനിക്ക് പോകുന്നതിന് യാതൊരു മടിയുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന സ്കിൽസിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമ്മൾ 3 പറഞ്ഞു: മൈക്രോ ഗ്രീനിങ്, കുക്കിംഗ് ആൻഡ് ക്ലീനിങ്. ഇനി 2 കൂടിയുണ്ട്. അതിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ചിലവർക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല. പക്ഷേ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് രസകരമായിരിക്കും. നമുക്ക് അതിൽ നിന്നും ഇൻകം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പറ്റാത്തേയും ഇരിക്കും. അത് വേറൊന്നുമല്ല, ഡ്രോയിങ് ആണ്. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ പ്രായമുള്ളവർ വിചാരിക്കും, ഞാൻ എന്തിനാ ഡ്രോയിങ് ഒക്കെ പഠിക്കുന്നത്? ഒരു സ്കില്ലല്ലേ, പഠിച്ചു വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അപ്പം നമുക്ക് വേണമെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ട് ഡ്രോയിങ് പഠിക്കാം. ഇപ്പോൾ ഇന്റർനെറ്റിൽ ഒരുപാട് സോഴ്സസ് ഉണ്ട് ഡ്രോയിങ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചിട്ട് ഒരു ഹോബി പോലെ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ നിന്നൊക്കെ ഒരു റിലീഫിന് വേണ്ടിയിട്ട്, കുറച്ച് സമയം സ്ക്രീൻ ടൈം ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡ്രോയിങ് പഠിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രായമായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഡ്രോയിങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ, കൊച്ചുമക്കളെ ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള നഴ്സറി സ്കൂളിലോ അല്ലെങ്കിൽ ഡേ കെയറിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്കൂളിലോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ട്യൂഷൻ സെന്ററിലോ ഒക്കെ ഒരു ഡ്രോയിങ് ടീച്ചറായിട്ട് വേണമെങ്കിൽ പിന്നീട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ അങ്ങനെ ക്ലാസ്സസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക്ഷോപ്പ് എടുക്കാം. ഒരു ദിവസത്തെ ഓൺലൈൻ അല്ല ഓഫ്ലൈനായിട്ട് എവിടെയെങ്കിലും ഒരു സ്പേസ് ഒക്കെ കണ്ടുപിടിച്ച് അവിടെ നിങ്ങൾക്കൊരു ഡ്രോയിങ് വർക്ക്ഷോപ്പ് ഒരു ദിവസത്തേക്കിന് വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾക്ക് ഫീസ് ഒക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓർഗനൈസേഷൻസ്, ക്ലബ്ബുകളിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി പലയിടത്തോട്ടും റീച്ച് ആക്കുന്ന, പലരിലേക്കും എൻഗേജ്ഡ് ആക്കുന്ന കുറച്ച് ഹോബീസ് അല്ല സ്കിൽസ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞ ഡ്രോയിങ്ങും മറ്റല്ല. ഇനി ലാസ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതെന്താന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാൻ പോകുന്ന ലാസ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ അതത്ര പുതിയ സ്കില്ലൊന്നും അല്ല, പണ്ട് മുതലേ പലരും ചെയ്യുന്നതാണ്. ഇന്നും നമുക്കത് അത്യാവശ്യം നമ്മുടെ ലോകത്തിൽ തന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. വേറൊന്നുമല്ല, സ്റ്റിച്ചിങ്. സ്റ്റിച്ചിങ് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ പഠിക്കാൻ പറ്റുന്നത്? ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഇന്റർനെറ്റ് തന്നെയാണ് മെയിൻ ഓപ്ഷൻ. സ്റ്റിച്ചിങ് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഫസ്റ്റ് തന്നെ ചാടി കയറി ഒരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു സാരി ബ്ലൗസോ ഷർട്ടോ ഒന്നും സ്റ്റിച്ച് ചെയ്യണമെന്നല്ല പറയുന്നത്. നമുക്കൊരു മീറ്റർ തുണി വാങ്ങിച്ചിട്ട് അത് മര്യാദയ്ക്കൊന്ന് വെട്ടിയെടുത്തിട്ട് ഒരു സ്ക്വയർ ഷേപ്പിലോ സർക്കിൾ ഷേപ്പിലോ അതുപോലെ ട്രയാങ്കുലർ ഷേപ്പിലോ എങ്ങനെ വേണേലും കട്ട് ചെയ്തിട്ട് ഒരു സാധാരണ നീഡിലുണ്ടല്ലോ, നീഡിലും ത്രെഡും വെച്ച് അതിൻ്റെ എഡ്ജസ് മടക്കി വൃത്തിയായിട്ട് തയ്ക്കാൻ പഠിക്കും. ഇപ്പം എന്നോടൊക്കെ തയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ തയ്ക്കുന്നത് ഭയങ്കര വൃത്തികേടായിട്ടായിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തയ്ക്കാൻ പറഞ്ഞാൽ ഒരുമാതിരി കൊച്ചു പിള്ളേർ അറിയാൻ വയ്യാത്തവർ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കും ഞാൻ തയ്ക്കുന്നത്. കാരണം എനിക്കത് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കർച്ചീഫ് പോലെ ഒരു ക്ലോത്ത് കർച്ചീഫ് പോലെ നമ്മുടെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കാം. ഇതെല്ലാം പഠിച്ചതിന് ശേഷം എംബ്രോയിഡറീസ് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാം. ഇന്റർനെറ്റിലൊക്കെ ഒരുപാട് സോഴ്സസ് ഉണ്ട്. അല്ലെങ്കിൽ ബുക്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സ്റ്റിച്ചിങ് പഠിക്കാനുള്ള. അപ്പം അതൊക്കെ നോക്കിയിട്ട് ചെറിയ ചെറിയ എംബ്രോയിഡറി ടെക്നിക്സ് അതുപോലെ ബീഡ്സ് വർക്ക് ഇതൊക്കെ നമുക്ക് ആ ഒരു ഇതിൽ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് കർച്ചീഫായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ടേബിൾ മാറ്റായിട്ടോ അല്ലെങ്കിൽ കിച്ചണിലൊക്കെയോ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തിനേലും അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വാഷ്റൂമിലോ ക്ലീനിങ്ങിനായിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സംഗതികൾ യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ കുറച്ച് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്കൊരു സ്വിമ്മിങ് മെഷീനൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഓൺലൈനിൽ അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ കുറവല്ലേ. അപ്പോൾ ഒരു സ്വിമ്മിങ് മെഷീൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ സാധനങ്ങൾ, പില്ലോ കവറൊക്കെ സ്റ്റിച്ച് ചെയ്യാം, കർട്ടൻസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം, ബെഡ്ഷീറ്റ് അല്ല
അങ്ങനത്തെ കുഞ്ഞു കുട്ടികളുടെ ചെറിയ ഡ്രസ്സുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു കൊമേഴ്ഷ്യൽ ലെവലിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റും സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന 5 സ്കിൽസ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ 5 സ്കിൽസ് ഉണ്ടല്ലോ, ഇത് ഒരു പർട്ടിക്കുലർ ഏജുകാർക്ക് മാത്രം പറ്റുന്നതല്ല. ഇത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന 5 സ്കിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത് മേ ബി എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇന്ന് പറഞ്ഞത് കൊച്ചു കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വരെ പഠിക്കാൻ പറ്റിയ 5 സ്കിൽസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒരു ഹോബി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലാക്സേഷന് വേണ്ടി ചെയ്യാം. ഇനി അതല്ല, ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യാം, മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാൻ, വീട്ടിൽ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.